ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ മാങ്ങഞ്ചിയുടെ വിളവെടുപ്പും പിന്നെ എൻ്റെ കൈവശമുള്ള 5 തരം ചീരകളുമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ആദ്യം തന്നെ കാണിക്കുന്നത് മാങ്ങഞ്ചിയാണ് കേട്ടോ. മാങ്ങഞ്ചി വിളവെടുക്കാറായപ്പോൾ അതിൻ്റെ ഇഞ്ചിയൊക്കെ പുറത്തേക്ക് വന്നു. അപ്പോൾ അത് കളച്ച് എടുക്കുകയാണ്. മാങ്ങഞ്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവാണ്ടൻ മാങ്ങയുടെ മണവും ഇഞ്ചിയുടെ ടേസ്റ്റുമുള്ളതാണ് മാങ്ങഞ്ചി. ഇത് ചമ്മന്തി അരയ്ക്കാൻ നല്ലതാണ്. പുളി ചേർത്ത് ചമ്മന്തി അരച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ മീൻ കറിയിലിടാനും അച്ചാറിടാനൊക്കെ ഈ മാങ്ങഞ്ചി നല്ലോണം ഉപയോഗിക്കാറുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ്. അടുത്തതായിട്ട് കാണിക്കുന്നതാണ് 5 തരം ചീരകളാണ് കാണിക്കുന്നത്. ആദ്യത്തെ മൈസൂർ ചീര, വേലിച്ചീര, പ്രഷർ ചീര, ഷുഗർ ചീര എന്ന പല പേരിലും അറിയപ്പെടുന്നുണ്ട്. ഞങ്ങളിതിനെ വേലിച്ചീര എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇല എടുത്താണ് നമ്മൾ തോരനും ഉപ്പേരി ഒക്കെ നമ്മൾ വയ്ക്കുന്നത്. മൂക്കാത്ത കിളുന്ത ഇലയാണ്, തളിര ഇലയാണ് ഇതിനായിട്ട് യൂസ് ചെയ്യാറ്. മൂത്ത ഇല ഉപയോഗിച്ച തോരൻ ഉപ്പേരിക്കൊന്നും ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് കിളുന്ത ഇല ഉപയോഗിച്ച് ഉപ്പേരിയും തോരനൊക്കെ വയ്ക്കാവുന്നതാണ്. ഇതിൻ്റെ വിത്തുകൾ വീണും കമ്പ് നമ്മൾ ഒടിച്ച് നട്ടിട്ടാണ് സാധാരണ ഈ ചീര നമ്മൾ കുഴിച്ച് വെച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. പിന്നത്തെ മറ്റൊരു ഇനമാണ് സാമ്പാർ ചീര. സാമ്പാർ ചീര മറ്റുള്ള ചീരേനെ അപേക്ഷിച്ച് ടേസ്റ്റ് കുറച്ച് കുറവാണ്. അതുപോലെ അതിന് ഒരു കൊഴുപ്പ് ഉണ്ടായിരിക്കും. ചീരയുടെ ഇല നമ്മൾ ഉപ്പേരിയും തോരനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് വെച്ചാലും അതിനൊരു കൊഴുപ്പുണ്ടായിരിക്കും. പിന്നെ എൻ്റെ കയ്യിലുള്ള വേറൊരു ചീരയാണ് ഈ കാണുന്ന ചുവന്ന ചീര. ഇത് നല്ലൊരു ചീരയാണ്. തോരനും ഉപ്പേരിയൊക്കെ വെക്കാനായിട്ട്, തേങ്ങ ചേർത്ത് വെക്കാനായിട്ട് മൂക്കാത്ത ഇലയും തണ്ടും ഒക്കെ കൂട്ടി അരിഞ്ഞ് വെക്കാം. നല്ല ടേസ്റ്റാണ്. മറ്റൊരു ചീരയാണ് സുന്ദരി ചീര എന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയുക. ഇലയ്ക്ക് പച്ച നിറവും തണ്ടിന് ഒരു പിങ്ക് നിറമാണ് ഉണ്ടായിരിക്കുക. ഇതും നല്ല ടേസ്റ്റുള്ള ചീരയാണ്. ഞങ്ങൾ കറി വയ്ക്കാനും പരിപ്പിട്ട് കറി വയ്ക്കാനും അതുപോലെ ഉപ്പേരി വയ്ക്കാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. മറ്റൊരു ചീരയാണ് പച്ചച്ചീര അഥവാ വെള്ളച്ചീര എന്ന് പറയുന്ന ഈ ചീര. ഇത് ഇതുപോലെ തന്നെ താളിച്ചെടുക്കാനും ഉപ്പേരി വയ്ക്കാനും ഒക്കെ ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ കാണിക്കുന്നത് ഞാൻ കുരുമുളക് വിളവെടുത്തതാണ് കാണിക്കുന്നത്. താഴെ നിന്ന് വിളവെടുക്കാൻ പറ്റിയതൊക്കെ ഞങ്ങൾ പൊട്ടിച്ചെടുത്തു. പഴുത്ത് കൊഴിഞ്ഞു പോവുകയും കിളികൾ തിന്നണം കണ്ടിട്ട് താഴെ നിന്നിട്ടുള്ളതൊക്കെ പൊട്ടിച്ചെടുത്തു. മേലേക്കുള്ളത് പൊട്ടിക്കാൻ കിട്ടിയിട്ടില്ല. പണിക്കാരൻ വന്നിട്ട് പൊട്ടിക്കാനാണ്. അപ്പോൾ ആ വിളവെടുപ്പാണ് ഇതിൻ്റെ കൂടെ കാണിക്കുന്നത്. വള്ളിക്കുരുമുളകാണ് ഇപ്പോൾ ഈ കാണിച്ചത്. കുരുമുളക് പൊട്ടിച്ചെടുത്തത് കാണിച്ചത് വള്ളിക്കുരുമുളകിൽ നിന്ന് പൊട്ടിച്ചെടുത്തതാണ്. മാവിൻ്റെ മുകളിൽ കയറ്റിയിട്ടുള്ള കുരുമുളകാണ്. അതിൽ നിന്നാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. മേലേക്ക് പോയതൊന്നും പൊട്ടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ സമയമാണ് ചീരകൃഷിക്ക് പറ്റിയ സമയം. നനച്ച് കൊടുക്കണം എന്ന് മാത്രം. മഴക്കാലം ചീരകൃഷിക്ക് പറ്റിയതല്ല. ഇതാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ.